ബി.ജെ.പിയുടെ വളർച്ച അങ്ങ് എങ്ങനെ കാണുന്നു? ബി.ജെ.പി എല്ലായിടത്തേക്കും പടർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പാലക്കാടായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ആയാലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കുന്നു. തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ വളർച്ചയെ ഞാൻ ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. കേരളം ഒരു മതനിരപേക്ഷ സംസ്ഥാനമാണ്. മതേതര വിശ്വാസികൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണിതെല്ലാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ പലപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സമീപനമാണ് ഇവർക്ക് വളം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലം അടക്കം ജില്ലയടക്കം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളാണ് CPM-ലേക്ക് പോയത്. ഇത്തവണയും ഇവിടുത്തെ മുനിസിപ്പാലിറ്റികൾ പരിശോധിച്ചാൽ 3-ാം സ്ഥാനത്തേക്ക് CPM പോവുകയാണ്. 1-ാം സ്ഥാനത്ത് UDF വരുമ്പോൾ 2-ാം സ്ഥാനത്ത് BJP വരുന്നു. 3-ാം സ്ഥാനത്തേക്ക് LDF വരുന്നു. അപ്പോൾ ഇവരുടെ വോട്ടുകൾ ചോർന്നു പോകുന്നത് ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. ഇവരുടെ വികലമായ നയങ്ങളാണ് BJP-യെ സഹായിക്കുന്നത്. ഇതാണ് സത്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തെ ഞങ്ങൾ ആശങ്കയോടെ കാണുന്നു. അത് തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ UDF തീർച്ചയായും ആലോചിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം ഏത് രൂപത്തിലായിരിക്കും? ഇനി അങ്ങോട്ട് അടുത്ത വിഷയമായി നിങ്ങൾക്കിടയിൽ വരാനുള്ളത് മുഖ്യമന്ത്രി ആരാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതാണല്ലോ. അതിൽ നേതാക്കൾ തമ്മിൽ ഒരു തർക്കവും അല്ലെങ്കിൽ ഒരു ഭിന്നിപ്പൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ തന്നെ പല പേരുകളാണ് വരുന്നത്. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത 5 മാസത്തിനുള്ളിൽ എത്തണം. അതെത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും ഇനി ഞങ്ങൾ ആരംഭിക്കുന്നത്. പാർട്ടി ഒരു മനസ്സോടെ, പ്രവർത്തകരും ജനങ്ങളും ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ചുമതല. തീർച്ചയായും ഒരു മനസ്സോടെ ആയിരിക്കും കേരളത്തിലെ കോൺഗ്രസും UDF-ഉം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്തെ സംബന്ധിച്ചുള്ള തർക്കം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റും വിളിച്ച യോഗത്തിൽ വെച്ച് അതെല്ലാം വളരെ വ്യക്തമായി തീരുമാനമെടുത്തിട്ടുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രി ആരാണ് അല്ലെങ്കിൽ വേറെ എങ്ങനെ സ്ഥാനം ആർക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതുവരെ ഇതൊരു ചർച്ചാ വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ എത്ര ചർച്ച ചെയ്യാൻ ശ്രമിച്ചാലും ഞങ്ങൾക്കതൊരു ചർച്ചയല്ല. ഞങ്ങൾ ഏക ലക്ഷ്യം കേരളത്തിൽ ഈ ദുർഭരണത്തിൽ നിന്ന് കേരള ജനതയെ രക്ഷിക്കുക. ഈ 10 വർഷത്തെ തുടർഭരണത്തിലൂടെ ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക. വികസനമില്ലാതെ ഏകാധിപത്യവും സ്വച്ഛാധിപത്യവും നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾ നൽകിയിരിക്കുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിധി ഞങ്ങൾ വിനയത്തോടെ സ്വീകരിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാതെ ജന നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി തുടരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ രമേശ് ചെന്നിത്തല, ഈ ആദ്യഘട്ടത്തിൽ അങ്ങ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.